മലപ്പുറം നിലമ്പൂരിൽ കാട്ടാന ആക്രമണത്തിൽ മരണം. വനവാസി സ്ത്രീ മരിച്ചു. ഉച്ചക്കുളം ഊരിലെ സരോജിനിയാണ് മരിച്ചത്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ കാട്ടിലേക്ക് പോയപ്പോഴായിരുന്നു ഈ സംഭവം. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, വന്യജീവി ആക്രമണങ്ങളിൽ മനുഷ്യജീവനുകൾ പൊലിയുന്ന വാർത്ത ദിനംപ്രതി വർദ്ധിച്ചു വരുന്നു. നിലമ്പൂരിൽ ഇപ്പോൾ കാട്ടാന ആക്രമണത്തിൽ ഒരു വനവാസി സ്ത്രീ മരിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. വിനോദെ, ഇന്ന് പുലർച്ചെയാണ് മലപ്പുറം നിലമ്പൂരിലെ മൂത്തേടം പഞ്ചായത്തിൽ ഇത്തരത്തിൽ ഒരു വനത്തിനുള്ളിൽ ഒരു വനവാസി യുവതി മരിച്ചത്. കാട്ടാന ആക്രമണത്തിലാണ് മരിച്ചത്. വനവിഭവം ശേഖരിക്കാൻ വേണ്ടി ഇവർ കാട്ടിലേക്ക് പോയതായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് സംഭവം. ഇവരുടെ കൂടെ നിലവിൽ ആരും ഇല്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത്തരത്തിലുള്ള വിവരങ്ങളാണ് പ്രാഥമികമായി നമുക്ക് ലഭിച്ചത്. പതിവായി ഇവർ ഈ ഭാഗത്തേക്ക് വനവിഭവങ്ങൾ ശേഖരിക്കാനായി പോകാറുണ്ട്. ഇന്നും ആ രീതിയിൽ തന്നെ വനവിഭവങ്ങൾ ശേഖരിക്കുവാൻ വേണ്ടി പുലർച്ചെ പോയതായിരുന്നു ഇവർ. ആ സമയത്താണ് അപ്രതീക്ഷിതമായി കാട്ടാന ആക്രമിച്ചത്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇവരെ പിന്നീട് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും പിന്നീട് മരണപ്പെടുകയാണ് ഉണ്ടായത്. മൂത്തേടം ഉച്ചക്കുളം കോളനിയിലെ സരോജിനി എന്ന യുവതിയാണ് മരിച്ചത്. 51 വയസ്സായിരുന്നു ഇവർക്ക്. പതിവായി ഇവർ കാലാകാലങ്ങളായി ഇത്തരത്തിൽ ഈ ഭാഗത്തെല്ലാം തന്നെ വനവിഭവങ്ങൾ, വിറകും അതോടൊപ്പം തന്നെ മറ്റ് വനവിഭവങ്ങൾ അടക്കമുള്ളവ ശേഖരിക്കാനായി പോകാറുണ്ട്. ആ രീതിയിൽ തന്നെയായിരുന്നു ഇന്ന് പുലർച്ചെയും ഇതിനു വേണ്ടി പോയത്. പക്ഷേ കാട്ടാന അപ്രതീക്ഷിതമായി ഇവരുടെ അടുത്തേക്ക് വരികയും തുമ്പിക്കൈ കൊണ്ട് അടിക്കുകയും മറ്റ് വലിയ രീതിയിൽ കാട്ടാന ആക്രമിക്കുകയുമാണ് ചെയ്തത്. പിന്നീട് കാട്ടാന അവിടെ നിന്നും മാറി. പിന്നീട് നാട്ടുകാർ എത്തി ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ അപ്പോഴേക്കും ഇവർ മരിച്ചിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ 10 ദിവസം മുൻപാണ് ഇതിന് തൊട്ടടുത്തുള്ള മൂത്തേടം പഞ്ചായത്തിലാണ് ഇപ്പോൾ ഉണ്ടായ ഈ സംഭവം. അതിന് തൊട്ട് സമീപത്തു തന്നെയുള്ള മറ്റൊരു പഞ്ചായത്തായ കരുളായിൽ ഒരു മണി എന്ന യുവാവ് മരിച്ചത്. ഒരു ചോലനായ്ക്ക വിഭാഗത്തിൽപ്പെട്ട യുവാവായിരുന്നു മണി. 35 വയസ്സായിരുന്നു മണിക്കുണ്ടായിരുന്നത്. ഇതുപോലെ ഈ വനത്തിനുള്ളിലാണ് അവർ താമസിച്ചിരുന്നത്. അങ്ങോട്ടേക്ക് പോകും വഴി ഈ മണിയെയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ചില ആളുകളെയും അവർ രക്ഷപ്പെട്ടു. പക്ഷെ മണിയെ കാട്ടാന ആക്രമിച്ചു. മണി മരിക്കുകയും ചെയ്തു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരിച്ചത്. ഇത് വലിയ വിവാദമായിരുന്നു. ഇതിനെതിരെയായിരുന്നു അന്ന് PV അൻവർ ഈ DFO ഓഫീസിലേക്ക് പ്രതിഷേധം നടത്തിയതും പിന്നീട് DFO ഓഫീസ് ആക്രമിക്കുകയും എല്ലാം ചെയ്തതും പിന്നീട് അദ്ദേഹം ജയിലിൽ പോയ സംഭവമെല്ലാം ഇതുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടായത്. അത്തരത്തിൽ പതിവായി ഈ മേഖലയിൽ കാട്ടാന ശല്യം ഉള്ള ഒരു മേഖല കൂടിയാണ്. പ്രത്യേകിച്ച് മലയോര മേഖലയാണ്. അതോടൊപ്പം തന്നെ കൂടുതൽ വനനിബിഡമായ ഒരു സ്ഥലം കൂടിയാണ്. വനവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ മേഖലയിൽ കൂടുതലായും ഉള്ളത്. പക്ഷേ ഇവിടെ വേണ്ട ഈ വന്യജീവി ശല്യം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക നടപടികളൊന്നും തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ മറ്റു തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നോ കാര്യമായി ഇല്ല. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമെല്ലാം തന്നെ പല തവണയായി ഈ പ്രദേശത്തുള്ള ആളുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും ഇതിന് പരിഹാരമായ ഒരു നടപടികളും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഫെൻസിംഗ് അടക്കമുള്ളവ വേണം എന്നാണ് ആവശ്യം. പക്ഷേ അത്തരത്തിലുള്ള നടപടികളൊന്നും, കാര്യക്ഷമമായ നടപടികളൊന്നും തന്നെ വനംവകുപ്പിന്റെയോ സർക്കാരിന്റെയോ ഭാഗത്തു നിന്നും ഒന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും വീണ്ടും ഒരു വനവാസി യുവതി കൂടി ഈ കാട്ടാന ആക്രമണത്തിൽ സംസ്ഥാനത്ത് കൊല്ലപ്പെട്ടിരിക്കുന്നു. വിനോദ്, അതെ, മലപ്പുറം നിലമ്പൂർ മേഖലയിലാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ വനവാസിയായ ഒരു സ്ത്രീ കൂടി മരിച്ചിട്ടുള്ളത്. 10 ദിവസത്തിനകം ഇത് മറ്റൊരു മരണം കൂടി റിപ്പോർട്ട് ചെയ്യുകയാണ്. അവിടെ കാട്ടാനയുടെ ആക്രമം ഓരോ ദിവസവും ഏറി വരുന്നു. അതിന് അറുതിയില്ല. വിവരങ്ങൾ നൽകുകയായിരുന്നു ശിവദാസ് കന്മനം.